നന്മയുടെ വിശുദ്ധിയുമായി പൊൻകണിയുമായി ഒരു വിഷുപുലരി കൂടി. കണികാണലും കൈനീട്ടവുമായി വർഷം മുഴുവൻ ഐശ്വര്യത്തിന്റെ വിളവിനായി പ്രാർത്ഥിച്ച് മലയാളികൾ കണി കണ്ടു. സമൃദ്ധിയുടെ കണിവയ്പ്പാണ് വിഷു. ഓട്ടുരുളിയിലെ കണിവെള്ളരിക്കയും സമൃദ്ധിയുടെ കണിക്കുന്ന പൂക്കളും പോലെ മനസ്സിൽ ഐശ്വര്യത്തിന്റെ വിഷുക്കൈനീട്ടം നൽകിയാണ് ഓരോ വിഷുപുലരിയും കൺതുറക്കുന്നത്. തലേ ദിവസം ഒരുക്കിവെച്ച കൃഷ്ണപ്രതിമയ്ക്കൊപ്പം തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത ഫലവർഗ്ഗങ്ങളും വാൽക്കണ്ണാടിയും കോടിമുണ്ടുമൊക്കെ ഉപയോഗിച്ച് ഓട്ടുരുളിയിൽ കണിയൊരുക്കി. പുലർച്ചെ ഉണർന്ന് വീട്ടമ്മമാർ വിളക്കുതെളിച്ച് ഓരോരുത്തരെയും വിളിച്ചുണർത്തി. നിറകതിർ പ്രഭതൂകി നിൽക്കുന്ന നിലവിളക്കിന് മുൻപിൽ കണി കാണിച്ച് ഭഗവാനെ തൊഴുതു വന്ദിച്ചു. എന്നാൽ പഴമയുടെ വിഷുക്കാലത്തിന് സൗന്ദര്യം കൂടുമെന്ന് പഴയ തലമുറയുടെ സാക്ഷ്യം. ഓരോരുത്തരും ഞങ്ങൾക്ക് വിഷു കൈനീട്ടം തരും. എന്താ അന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വിഷു കൈനീട്ടം എല്ലാവരും വാങ്ങിച്ചതിന് ശേഷം പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷമാണ് പിന്നെ ഞങ്ങള് സദ്യയാണ്, വിഷുവിന് സദ്യ. ആ സൗന്ദര്യം ഇന്നില്ല. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഓരോ വിഷുക്കണിയും. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൈനീട്ടം വാങ്ങലായി. വീട്ടിലെ കാരണവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കൂടി വാങ്ങിയാൽ വിഷു ഐശ്വര്യപൂർണമാകുമെന്നാണ് വിശ്വാസം. ഏത് ധൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. വൈലോപ്പിള്ളിയുടെ ഈ വരികൾ പോലെ മലയാളിയുടെ മനസ്സിൽ കണിക്കൊന്നയുടെ സമൃദ്ധി നിറച്ചുകൊണ്ടാണ് ഓരോ വിഷുപുലരിയും കടന്നു പോകുന്നത്. ക്യാമറമാൻ കനൽലാലിനൊപ്പം മീട്ടു മാത്യു, മനോരമ ന്യൂസ്, കൊച്ചി. വീണ, കേരളത്തിന്റെ മൊത്തം ആഘോഷമാണ് വിഷു എങ്കിൽ പോലും കേരളത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും പല ആചാരങ്ങളുണ്ട്. ഒരുപക്ഷെ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഇങ്ങേ അറ്റത്തുള്ള ആചാരങ്ങൾ